അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പരമാവധി പാലിച്ചുകൊണ്ട് ഈമാനോടെയും തഖ്വയോടെയും ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിൻ്റെ ഓരോ ദിനരാത്രങ്ങൾ വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് കടന്നു പോവുകയാണ്. ഒരു അപകടകരമായ അവസ്ഥ ഇന്ന് മൊത്തം സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് റമളാനിൻ്റെ ആവേശം കെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ആദ്യത്തെ 2-3 ദിവസമൊക്കെ പള്ളികളൊക്കെ തിങ്ങി നിറഞ്ഞ് സജീവമായി. ഇപ്പോൾ തറാവീഹിൻ്റെ ആളുകളും സുബഹിക്ക് ജമാഅത്തിൻ്റെ ആളുകളൊക്കെ കുറഞ്ഞിങ്ങനെ 1-2 സ്വഫുകളാക്കി പരിമിതപ്പെടുന്നു. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അവസാനത്തെ 10 അവസാനത്തെ 2-3 ദിവസം സജീവമാകുന്നൊരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്. അത് കാപഢ്യമാണ്, നിഫാഖാണ്. കാരണം റമളാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളെക്കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപക്ഷെ ജീവിതത്തിൽ അവസാനമായിട്ട് കിട്ടുന്ന ഒരു റമളാനായിരിക്കും ഇത്. അടുത്ത റമളാനിൽ ഞാനോ നിങ്ങളോ ജീവിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആവുമ്പോൾ അള്ളാഹു മഗ്ഫിറത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ കാരുണ്യവുമായിട്ട് നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് പോലും നമുക്ക് കുറച്ച് ഒന്ന് ശ്രദ്ധ കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പ്രാർത്ഥിച്ച് റസൂലുള്ള ആമീൻ പറഞ്ഞൊരു സംഗതി. ഒരു റമളാൻ വന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുന്ന മനുഷ്യൻ്റെ നേരെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടമില്ലാതെ പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ പറയുകയും ചെയ്തൊരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കും ഏറ്റവും വലിയ നഷ്ടക്കാരും പാപികളും. അതുകൊണ്ട് റമളാനിലെ 1-ാമത്തെ നോമ്പിൻ്റെ അന്ന്, 2-ാമത്തെ നോമ്പിൻ്റെ അന്ന് ഏതൊരാവേശമാണോ നമുക്കുണ്ടായിരുന്നത് അതേ ആവേശം ഇബാദത്തുകളുടെ വിഷയത്തിൽ നിലനിർത്തണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അൽ കസ്ലുല്ലദി യുസീബുൽ മുഅ്മിൻ, വിശ്വാസികളെ ബാധിക്കുന്ന മടിയെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റമളാൻ കഴിയുന്നത് വരെ ഇതിനെ വേണ്ട പവിത്രതയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി എന്താണ് സമ്പത്തിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എന്ന് പരിശോധിക്കുമ്പോൾ വർത്തമാന കാലത്ത് ഈ പ്രാസംഗികന്മാർക്ക് അതുപോലെ തന്നെ മതപണ്ഡിതന്മാർക്ക് പുതിയ ഒരു ഫാഷനാണ് പുതിയ പുതിയ കാര്യങ്ങൾ പറയുക. ഇന്നലെ വരെ കേട്ടുകേൾവിയില്ലാത്ത സംഗതികൾ സലഫിയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ പുതിയ പുതിയ കാര്യങ്ങൾ പറയുക എന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് കുറേ ചെറുപ്പക്കാർ, കുറേ ആളുകൾ ഇടയിൽ ഒരു പ്രചരണം വളരെ വ്യാപകമായി. എന്താണ്? അധികം സമ്പാദിക്കേണ്ട ആവശ്യമില്ല, അന്നന്നത്തെ ജീവിതം കഴിഞ്ഞു പോകാനുള്ളത് മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ, അതിനപ്പുറത്ത് സമ്പാദിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് എന്ന ഒരു പിഴച്ച വാദം സലഫിയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്
സമൂഹത്തിനിടയിൽ തെറ്റായ ഈ ധാരണ ഉണ്ടാക്കിയെടുക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെയാണ് ആമുഖമായി നമ്മൾ സമ്പത്തിനെക്കുറിച്ച് നമ്മൾക്കുണ്ടാകേണ്ട വീക്ഷണം എന്ന് പറയുന്നത്, ഇസ്ലാം സമ്പാദിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച ഒരു മതമാണ്. മറ്റെല്ലാ മതങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് ദരിദ്രനായി ജീവിക്കുക എന്നത് പുണ്യമായി കാണുന്ന ഒരു മതമല്ല ഇസ്ലാം. ഹിന്ദുമതത്തിലെ, ക്രിസ്തുമതത്തിലെ സന്യാസം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഐശ്വര്യങ്ങളെ മുഴുവനും മാറ്റി നിർത്തി ഒരു സന്യാസ ജീവിതം ആസ്വദിക്കുന്നതിനെ പുണ്യമായി കാണുന്നതാണ്. ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇസ്ലാം സമ്പത്തിനെ കാണുന്നത് പരമാവധി സമ്പാദിക്കുവാനും പരമാവധി അധ്വാനിച്ച് കാശുണ്ടാക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. പലപ്പോഴും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തൊക്കെ ദരിദ്രന്മാരായിരുന്നു, അഹീന അലൽ ഫഖിരി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചവരായിരുന്നു എന്ന് പറയുന്ന സൂഫി ധാരയിലുള്ള തെറ്റിദ്ധാരണകൾ പലപ്പോഴും ഉണ്ട്. എന്നാൽ സ്വഹാബത്ത് കുറേ ആളുകൾ, ദരിദ്രന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. എപ്പോ? ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ദീനിൻ്റെ മാർഗത്തിൽ മുച്ചൂടും സമയം ചെലവഴിച്ച് വളരെ ദരിദ്രരായ സഹാബികളൊക്കെ ഇസ്ലാമിൽ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സഹാബികളും അങ്ങനെയല്ല എന്ന് മാത്രമല്ല, പല സ്വഹാബികളുടെയും സമ്പത്ത് വലിയ സമ്പത്തിൻ്റെ ഉടമകളായിരുന്നു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉള്ള ചരിത്രം സൂചിപ്പിക്കുന്നത്, അദ്ദേഹം മരിക്കുന്ന സമയത്ത് 1.25 ലക്ഷം ദിർഹം അദ്ദേഹത്തിൻ്റെ അനന്തരമായിട്ട് ഉണ്ടായിരുന്നുവെന്നാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലുള്ള ഭൂസ്വത്ത് മാത്രം 1000-ലേറെ ഈത്തപ്പനകൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ അത്രയും ഭൂസ്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നോക്ക്, സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ ആളുകൾ ആരാ? അശറത്തുൽ മുബശ്ശിരീങ്ങളായിട്ട് അള്ളാഹുവിന്റെ റസൂല് സ്വർഗം ഉറപ്പാണ് എന്ന് പറഞ്ഞ 10 സഹാബത്തുണ്ട്. ആ 10 സഹാബികളിൽ 6 പേര് വലിയ സമ്പന്നന്മാരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, തൽഹ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ 6 സഹാബികൾ, അശറത്തു മുബശ്ശിരീങ്ങളുടെ കൂട്ടത്തിലെ 6 സഹാബത്തും വലിയ സമ്പന്നന്മാരായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദരിദ്രരായി ജീവിക്കുക, വേണ്ടത്ര സമ്പത്തിനെ കുറിച്ചൊന്നും ശ്രദ്ധയില്ലാതെ, പിന്നെ സമ്പാദ്യമൊന്നും വേണ്ടാതെ അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നതിൽ ഒരു പുണ്യവും ഇസ്ലാം കാണുന്നില്ല. മറിച്ച് സമ്പത്ത് ഉണ്ടാക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നത് പുണ്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണിയിട്ടുള്ളത്. അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ പലപ്പോഴും ഈ ഹിന്ദു സന്യാസിമാര് അവര് ഭിക്ഷയാചിക്കുന്ന സന്യാസി വര്യന്മാർ എന്നത് വളരെ പുണ്യാത്മക്കളാണ്. എന്നാൽ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ? ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ ഭക്ഷണം അവൻ അധ്വാനിച്ച് പണിയെടുത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. അതാണ് ഏറ്റവും ഹൈറായ ഭക്ഷണം. ഇതാണ് മറ്റു ദർശനങ്ങളും ഇസ്ലാമും തമ്മിലുള്ള കാതലായ ചില വ്യത്യാസങ്ങൾ. ഒരു ഭാഗത്ത് ഭിക്ഷയാചിക്കുന്ന സന്യാസി വര്യന്മാർ പുണ്യവാന്മാരാണെങ്കിൽ, മറുഭാഗത്ത് അധ്വാനിച്ച് ഇവിടെ ചുമടെടുത്ത് അതുപോലെ തന്നെ വിറക് വെട്ടി അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ച് എങ്ങനെയാണോ അധ്വാനിക്കാൻ കഴിയുന്നത് അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് പുണ്യവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആളുകളുടെ കൈ പിടിക്കും, മുസാഫത്ത് ചെയ്യാറുണ്ട്. ആ ചെയ്യുമ്പോൾ നല്ല തഴമ്പുള്ള കൈകൾ കണ്ടാൽ റസൂലുള്ള ചോദിക്കും, എന്താണ് ഇങ്ങനെ? അവ പറയും, ഇത് എന്താണ്? അധ്വാനിച്ചതിൻ്റെ, ഞാൻ പിന്നെ കൃഷിയിടത്തിൽ അധ്വാനിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന തഴമ്പാണ്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ബറക്കല്ലാഹു ഫി ഹാദൽ യദൈൻ, അള്ളാഹുവെ ഈ കരങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പിന്നെ മറ്റൊന്നും കൂടി നോക്കൂ നിങ്ങൾ, ഈ സമ്പത്തിനെ ഇസ്ലാം ഖുർആൻ വിശേഷിപ്പിച്ചത് എന്താ? വളരെ മഹത്വമുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഖുർആൻ സമ്പത്തിനെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, വലാ തുഅ്തു സുഫഹ അംവാലുക്കും ലത്തി ജഅലല്ലാഹു ലക്കും ഖിയമൻ. നിങ്ങളുടെ സമ്പത്ത് വിഡ്ഢികളെ ഏൽപ്പിക്കരുത്.
കാരണം എന്താ? സമ്പത്തിനെ ഖുർആൻ സൂചിപ്പിച്ച് ജഅലല്ലാഹു ലക്കും ഖിയമൻ, നിങ്ങൾക്ക് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമായിട്ടാണ് സമ്പത്തിനെ ഖുർആൻ കാണുന്നത്. ഖുർആനിൽ ഖിയം എന്ന് പറയുന്ന പദം രണ്ട് സ്ഥലത്താണുള്ളൂ. ഒന്ന് കഅബയെ കുറിച്ച് സൂചിപ്പിച്ചെടുത്താണുള്ളത്. ജഅലല്ലാഹുൽ ബൈത ഖിയമൻ ലിന്നാസ്, ജനങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് കഅബയെ നിശ്ചയിച്ചിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ ഖിയാം എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത് സമ്പത്തിനെ കുറിച്ച് പറയുന്നിടത്ത് ജനങ്ങളുടെ, മനുഷ്യരുടെ നിലനിൽപ്പിന് ആധാരമായതാണ് സമ്പത്ത് എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. ഇനി മറ്റൊരു പദപ്രയോഗം എന്താ ഖുർആൻ പ്രയോഗിച്ചത്? വഇന്നഹു ലഹുബ്ബിൽ ഖൈരി ലശദീദ്. ഖൈർ എന്ന പദമാണ് സമ്പത്ത് എന്ന അർത്ഥത്തിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഖൈർ എന്നത് ഒരിക്കലും മോശമായൊരു ഒരു സംഗതിക്ക് വേണ്ടി ഉപയോഗിക്കാത്ത പദമാണ് ഖുർആനിലും അറബി ഭാഷയിലും. ഖുർആൻ സമ്പത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പദം ഖൈർ എന്ന പദമാണ്. ഇനി മറ്റൊരു പദം ഖുർആൻ ഉപയോഗിച്ചത് എന്താ? സീനത്താണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തദ് ദുനിയ. ധനവും സന്താനങ്ങളും ജീവിതത്തിന്റെ അലങ്കാരമാണ്. വേറൊന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാ. അള്ളാഹുവിന്റെ ഫള് എന്നാണ് സമ്പത്തിനെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സമ്പന്നനാവുക, സമ്പത്തിന് വേണ്ടി ഓടി നടക്കുക, സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുക, ഇത് ഒരു മോശമായ കാര്യമായിട്ട് ഖുർആൻ കാണുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ മഹത്വമുള്ള പദപ്രയോഗത്തോടു കൂടിയാണ് ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അടിസ്ഥാനപരമായി സമ്പത്തുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ എന്ന നിലയിൽ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം, സമ്പത്ത് ഉണ്ടാക്കുക എന്നതും സമ്പത്തിന് വേണ്ടി ഓടി നടക്കുക എന്നതും സമ്പത്തിന് വേണ്ടി അധ്വാനിക്കുക എന്ന് പറയുന്നതും മോശമല്ല എന്ന് മാത്രമല്ല, അതൊരു പുണ്യവും നന്മയും ആണ്. ഇനി രണ്ടാമത്തെ ഒരു വശം, സമ്പത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ലോകത്ത് എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും തമ്മിൽ ഉള്ള വലിയൊരു തർക്കമാണ് സമ്പത്തിന്റെ ഉടമസ്ഥൻ ആരാണ് എന്നത്. നമുക്കറിയാം, ലോകത്ത് സോഷ്യലിസം എന്ന് പറയുന്ന, അല്ലെ കമ്മ്യൂണിസം എന്ന് പറയുന്ന വലിയ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്തുണ്ട്. ഇവരുടെ വീക്ഷണത്തിൽ, കമ്മ്യൂണിസ്റ്റ് വീക്ഷണത്തിൽ, സമ്പത്തിന്റെ ഉടമ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്, രാജ്യമാണ്. സ്വകാര്യ സമ്പത്ത് പാടില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം അനുസരിച്ച്. എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കായിട്ട് സമ്പത്തില്ല, അത് സമ്പത്ത് മൊത്തം സ്റ്റേറ്റിൻ്റെതാണ്. ഇത് ലോകത്ത് പ്രായോഗികമല്ല എന്ന് മനുഷ്യർക്ക് ജീവിതത്തിലെ അനുഭവം കൊണ്ട് തെളിഞ്ഞു. അതുകൊണ്ടാണ് അത്തരം പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ തന്നെ അത് കൈവെടിഞ്ഞത്. ചൈന ഒരു മിനി ക്യാപിറ്റലിസത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് ചൈന മിനി ക്യാപിറ്റലിസത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ? ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ് സാമ്പത്തിക തത്വശാസ്ത്രം ജീവിതത്തിൽ മനുഷ്യർക്ക് പ്രായോഗികമല്ല. അത് മനുഷ്യർക്കിടയിൽ സമത്വം ഉണ്ടാക്കുന്നതിന് പകരം മനുഷ്യർക്കിടയിൽ തർക്കങ്ങളും മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്ന് 75 വർഷക്കാലം സോഷ്യലിസ്റ്റ് റഷ്യയിൽ നിന്ന് അത് മനസ്സിലായി. ഇനി വേറൊരു ഭാഗത്തുള്ളത് എന്താ? ക്യാപിറ്റലിസമാണ്. സമ്പത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. അവരുടെ വീക്ഷണത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടേതുമാണ്. അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത്, അത് വിതരണം ചെയ്യേണ്ടത് എല്ലാം വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ഇതാണ് ലോകത്ത് ഏറ്റവും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാക്കിയിട്ടുള്ളത്. ഈ ഒരു വീക്ഷണമാണ്. എന്താണ്? അദാനി അല്ലെ അംബാനി സമ്പാദ്യം ഉണ്ടാക്കുന്നു. എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അംബാനിയാണ്, അദാനിയാണ്, അല്ലെങ്കിൽ കുത്തക കമ്പനികളാണ്. അതുകൊണ്ട് എന്തുണ്ടായി? മനുഷ്യർക്കിടയിൽ വലിയ അന്തരങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, വലിയ ചൂഷണത്തിന് വിധേയമായി. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സമ്പത്ത് കുന്നുകൂടുന്ന ഇന്ത്യ പോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സമ്പത്ത് ഒരു ഭാഗത്ത് കുന്നുകൂടുകയും മറുഭാഗത്ത് അതിദരിദ്രന്മാർ നാട്ടിൽ ജീവിക്കുകയും ചെയ്യുന്നു. ട്രംപ് വരുമ്പോ മതില് കെട്ടിയിട്ട് മറച്ചു വെക്കേണ്ടി വരുന്നു ഗുജറാത്തിൽ. എന്തുകൊണ്ടാ? ആ ചേരിയിൽ താമസിക്കുന്ന ദരിദ്രനാരായണന്മാരെ ലോകത്തിന്റെ മുന്നിൽ കാണാൻ പാടില്ല.
കാണേണ്ടത് ആരെയാണ്? അംബാനിയുടെ, അദാനിയുടെ, അതുപോലെയുള്ള വലിയ വലിയ മുതലാളിമാരുടെ കമ്പനികൾ മാത്രം കാണുന്ന കാഴ്ചയുണ്ടാകുന്നു. മറുഭാഗത്ത് കൃമികീടങ്ങളെപ്പോലെ ജീവിക്കുന്ന അനേകായിരം മനുഷ്യരെ കാണേണ്ടി വരുന്നു. എന്തുകൊണ്ടാ? സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം അത് മനുഷ്യനാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കുമാണ് എന്ന തീരുമാനമെടുത്തപ്പോ എങ്ങനെയും സമ്പാദിക്കാം എന്നതും എങ്ങനെയും ചെലവഴിക്കാം എന്ന ഒരു വീക്ഷണം ഉണ്ടായി. ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്, സമ്പത്തിന്റെ ഉടമസ്ഥൻ അത് അള്ളാഹുവാണ്. ലോകത്ത് ഇത്രമേൽ ഒരു സമത്വ ദർശനം വിഭാവനം ചെയ്യാൻ പറ്റിയ ഒരു കാഴ്ചപ്പാട് ലോകത്ത് മറ്റാർക്കും ഇന്ന് വരെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്ലാമിനല്ലാതെ. ഇസ്ലാം പറയുന്നത് സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാകുന്നു. പിന്നെയോ മനുഷ്യർക്ക് അതിലുള്ള അവകാശം എന്താ? കൈകാര്യകർത്താക്കൾ മാത്രമാണ് മനുഷ്യർ. സമ്പത്ത് യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. അത് കൈകാര്യം ചെയ്യാൻ മനുഷ്യനെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു. ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഇത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഔദാര്യമാണ്. ഇത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ ഏൽപ്പിച്ചു എന്ന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മൾ ഒരു 2 ആഴ്ചത്തേക്ക് എവിടെയെങ്കിലും പോവാണ്. ആ സമയത്ത് ഭാര്യയുടെ മക്കളുടെ കയ്യിൽ ഒരു നിശ്ചിത തുക കൊടുക്കുന്നു, ഒരു 10,000 രൂപ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു എല്ലാ ചെലവും നോക്കി നടത്തണം, ഞാൻ വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം എന്ന് പറഞ്ഞാൽ ഈ സമ്പത്തിന്റെ ഉടമ ആരാ? നമ്മളാണല്ലോ, അല്ലെ? ഭാര്യയുടെ അടുക്കൽ ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു, അല്ലെ മകന്റെ അടുക്കൽ ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അവനെന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യണം. നമ്മൾ ഇന്നിടത്ത് ഇത്ര കൊടുക്കണം, ഇന്നിടത്ത് ഇത്ര കൊടുക്കണം, ഇന്ന സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങണം. നമ്മൾ തിരിച്ചു വന്നാൽ ആ കണക്ക് നമ്മളെ ഏൽപ്പിക്കണം. ബാക്കി പൈസ ഉണ്ടെങ്കിൽ അത് ഏൽപ്പിക്കണം. ഇത് തന്നെയാണ് മനുഷ്യനും സമ്പത്തും തമ്മിലുള്ള ബന്ധമായിട്ട് വിശുദ്ധ ഖുർആനും ഇസ്ലാമും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നോക്കുക, ഇസ്ലാമില് ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് വിശദമായ രൂപമേ പറഞ്ഞിട്ടില്ല. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനി അസ്വലാഹ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ? അത് നമസ്കാരമാണ്. പക്ഷെ ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല? വിശദമായ രൂപം പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു, അതിനപ്പുറത്ത് പറഞ്ഞില്ല. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്ത് നോക്കൂ, നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം, ഹജ്ജിന്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, നോമ്പിന്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നാലോ സമ്പത്തുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പറഞ്ഞു തന്നു. നോക്കൂ, ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ കയ്യിൽ 1,00,000 രൂപ അല്ല 2,00,000 രൂപ ഉണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് എൻ്റെ കുടുംബത്തിന് തീരുമാനിക്കാൻ കഴിയില്ല. മറിച്ച് അത് ആർക്ക് എത്ര എന്നത് കൃത്യമായി ഖുർആൻ പറഞ്ഞു തന്നു. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും മിസ്ല ദിക്ർ, എന്താണ്, ഹല്ലിൽ ഉൻസൈനിൽ ദിക്റ. നിങ്ങൾ അള്ളാഹു വസിയത്ത് ചെയ്യാണ്, പുരുഷൻ ഇത്രയാണ്, സ്ത്രീക്ക് ഇത്രയാണ്, ഉമ്മാക്ക് ഇത്രയാണ്, ഉപ്പാക്ക് ഇത്രയാണ്, മകൾക്ക് ഇത്രയാണ്, പെങ്ങൾക്ക് ഇത്രയാണ്, കൃത്യമായ രൂപം പറഞ്ഞു തന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സമ്പത്തിനെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള ആത്യന്തികമായ അവകാശം അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? മനുഷ്യർക്ക് കൊടുത്തിട്ടില്ല. മനുഷ്യർ ഇതിൻ്റെ താൽക്കാലികമുള്ള കൈകാര്യകർത്താക്കൾ മാത്രമാകുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോ നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യരുടെ പട്ടിണി മാറ്റാൻ ലോകത്ത് ഏറ്റവും നല്ല വീക്ഷണം ഏതെന്ന് ചോദിച്ചാൽ അത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയും. സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാത്രമേ മനുഷ്യന് കൊടുത്തിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, സമ്പത്ത് എങ്ങനെ സമ്പാദിക്കാം എന്നത് മനുഷ്യർക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. അതിനും കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഖുർആൻ നൽകിയിരിക്കുന്നു. എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ? ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി. നിങ്ങളുടെ സമ്പാദ്യം ഒരിക്കലും അവിഹിതമായ മാർഗത്തിലൂടെ ആയിക്കൂടാ. ഖുർആന്റെ ഒന്നാമത്തെ വീക്ഷണം അതാണ്. എന്ന് പറഞ്ഞാൽ സമ്പത്ത് സമ്പാദിക്കുന്നതിന് ഒരിക്കലും അവിഹിതമായ വഞ്ചനയുടെ, ചതിയുടെ രൂപം ഉണ്ടാകാൻ പാടില്ല. 2,
ചൂഷണമാകരുത്. ചൂഷണത്തിലൂടെ നിങ്ങൾ സമ്പത്ത് സമ്പാദിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ലോകത്ത് മനുഷ്യരുടെ സമാധാനവും ശാന്തിയും നിലനിൽക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് മനുഷ്യരുടെ സമ്പത്ത് സമ്പാദിക്കുന്ന രൂപം കൃത്യമായിരിക്കണം. രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഇപ്പം നമ്മുടെ നാട്ടിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ വ്യാപകമായിട്ട് വിൽക്കുന്നു. പലരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട പാളയം മാർക്കറ്റിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് കടക്കാരൻ മാത്രമാണ് ഈ പിന്നെ വ്യാജ ഉൽപ്പന്നം വിൽക്കുന്നതെന്ന്. അന്നല്ല. പെട്രോളിൽ, ഡീസലിൽ വാഹനം കേടുവരാൻ ആവശ്യമായ സാധനം ചേർക്കാൻ ഔദ്യോഗികമായി അംഗീകാരമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാരാ? ഭരണകൂടത്തിലെ പങ്കാളികളായ മന്ത്രിമാരുടെ ബന്ധുക്കൾ അത്തരം കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വ്യാപകമായിട്ട് വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ പല റോ മെറ്റീരിയലുകളും നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുവാനോ നിങ്ങൾക്ക് ഇറക്കുമതി ചെയ്യാനോ അവകാശമില്ല. മറിച്ച് അത് രാജ്യത്തെ ചില പ്രത്യേക കുത്തക കമ്പനികൾക്ക് മാത്രം അവർ ഇത് അടക്കി വെച്ചിരിക്കുന്നു. ഇവിടെയാണ് മനുഷ്യർ ചൂഷണത്തിന്റെ മാർഗം ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അലു അൻ മാലിൻ മിൻ ഐന ഇക്തസബഹാ. എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന കൃത്യമായ ചോദ്യത്തിന് നാളെ ഉത്തരം പറയേണ്ടി വരും. രണ്ടാമത്തെ ഒന്ന്, പലിശയിൽ അധിഷ്ഠിതമായ ഒരു സമ്പാദ്യവും പാടില്ല. ആർക്ക്? വ്യക്തികൾക്ക് പാടില്ല, കമ്പനികൾക്ക് പാടില്ല, അതുപോലെ തന്നെ രാജ്യത്തിന് പാടില്ല, സ്റ്റേറ്റിന് പാടില്ല. നിങ്ങൾ ഈ കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കാം. കോളേജിൽ BA എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കി. ധനതത്വശാസ്ത്രം പഠിക്കുന്ന കുട്ടികളോട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിൻ്റെ ഇപ്പുറത്ത് മൂന്നാം ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുണ്ടായത് എപ്പോഴാണ്? ഇന്ത്യ പോലെ ഉള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ, വികസ്വര രാജ്യങ്ങളിൽ ദാരിദ്ര്യമുണ്ടാകാൻ തുടങ്ങിയത് എപ്പോഴാണ്? അത് വേൾഡ് ബാങ്കിൽ നിന്ന്, IMF-ൽ നിന്ന് കടമെടുപ്പ് തുടങ്ങിയതിൻ്റെ ശേഷമാണ് ലോകത്തെ മൂന്നാം ലോക രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധി മഹാഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളത്. എന്താ കാരണം? അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പലിശയെക്കുറിച്ച് ഷെയ്ത്താൻ ബാധിച്ചവനെ പോലെ മാത്രമേ പലിശയുമായി ബന്ധപ്പെടുന്ന മനുഷ്യൻ, പലിശ കൊണ്ട് സമ്പാദിക്കുന്ന മനുഷ്യൻ നാളെ പരലോകത്ത് ഉയർത്ത് നിൽക്കും എന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ അത് ഷെയ്ത്താൻ കൂടലും ജിന്ന് കൂടലും അങ്ങനെ കുറെ അന്ധവിശ്വാസങ്ങൾ കൊണ്ടെടുക്കണ്ട. അതൊരു പ്രയോഗമാണ്. എന്താ പ്രയോഗം? മനുഷ്യർക്ക് നേർക്ക് നേരെ നിലനിൽപ്പുണ്ടാവില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതാണിപ്പോ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തം എന്ന് പറയുന്നത്. കടമെടുപ്പിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പലിശയുടെ ബാധ്യത തലയിൽ, ഒരു സ്റ്റേറ്റിന്റെ തലയിൽ എത്രയോ വർദ്ധിച്ചു വന്ന കുറെ രാജ്യങ്ങള്, ക്യൂബ പോലെയുള്ള രാജ്യങ്ങള് ലോകത്ത് വമ്പിച്ച ദാരിദ്ര്യം നേരിട്ട. ശ്രീലങ്ക കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടതാണ്. അവിടെ ഉണ്ടായ വലിയ പ്രക്ഷോഭങ്ങളുടെ ഒക്കെ അടിത്തറ എന്താണെന്നറിയോ? രാജ്യത്തിന്റെ പൊതുസ്വത്ത് പലിശ ഇനത്തിലേക്ക് വ്യാപകമായി പോയപ്പോ രാജ്യത്ത് അതിവ്യാപകമായ ദാരിദ്ര്യമുണ്ടായി. ഖുർആൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ അടിത്തറ ഒന്നാമത് വേണ്ടത് ചൂഷണമാകരുത്, പലിശയിൽ നിന്ന് മുക്തമാകണം. അങ്ങനെയേ നിങ്ങൾ സമ്പാദിക്കാൻ പാടുള്ളൂ. ഇനി എങ്ങനെയൊക്കെ സമ്പാദിക്കാം? മനുഷ്യർക്ക് എത്രയൊക്കെ സമ്പാദിക്കാം? ഇസ്ലാം ഒരു മനുഷ്യന്റെ സമ്പത്തിന് യാതൊരു പരിധിയും നിശ്ചയിക്കുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ സമ്പാദിക്കാൻ പറ്റുക, ചൂഷണമില്ലാതെ പലിശമുക്തമായി, അതുപോലെ തന്നെ ഹലാലായിട്ട് എത്രയാണോ സമ്പാദിക്കാൻ പറ്റുക അത്രയും അയാൾക്ക് സമ്പാദിക്കുവാനുള്ള അവകാശം ഇസ്ലാം കൊടുക്കുന്നു. ഇനി ഈ സമ്പത്തിന്റെ വിനിയോഗം എങ്ങനെയായിരിക്കണം? അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ സ്വതന്ത്രമായ, അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വന്തമല്ലാത്തത് കൊണ്ട്, സമ്പത്ത് അള്ളാഹുവിൻ്റെതായതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച രൂപത്തിലായിരിക്കണം മനുഷ്യന്റെ സമ്പത്തിന്റെ വിനിമയം നടക്കേണ്ടത്. അതിലൊന്നാമത്തേത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി,
ഭൂമിയിൽ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന എല്ലാ ധൂർത്തുകളും എന്താണ്? പണക്കാരന്റെ കുഴപ്പമാണ്. പണക്കാരൻ ഉണ്ടാക്കി വെക്കുന്ന, സമ്പന്നരായ മനുഷ്യരുണ്ടാക്കി വെക്കുന്ന ഫിത്തിനെയാണ് നാട്ടിലെ മഹാഭൂരിപക്ഷം ഈ ധൂർത്തുകളും. നോക്കൂ, ഇപ്പോഴത്തെ ഈ മഞ്ഞക്കല്യാണം, പച്ചക്കല്യാണം, എല്ലാ കല്യാണവും എങ്ങനെ ഉണ്ടായത്? അത് വെറുതെ ഉണ്ടായതല്ല. ഏതോ ഒരു പണക്കാരന് അയാൾക്ക് തോന്നിയതാണ് 2-3 ദിവസം കല്യാണം കഴിക്കാനൊന്ന് തോന്നി, അയാളത് ഉണ്ടാക്കി. അത് നാട്ടിലെ വലിയ നാട്ടു നടപ്പായിട്ട് മാറി. ഖുർആൻ പറഞ്ഞു, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ഇനി പറഞ്ഞു നോക്കൂ, നിങ്ങൾ പാളയം മാർക്കറ്റിൽ പോയിട്ട്, ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ട് എന്നോട് ക്ഷമിക്കുക, പാളയം മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ ഫ്രൂട്ട് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ വലിയങ്ങാടി മത്സ്യ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ മത്സ്യം വാങ്ങുമ്പോൾ വില ചോദിക്കാതെ നിങ്ങൾ സാധനം വാങ്ങുന്നുവെങ്കിൽ നിങ്ങൾ കുറ്റവാളിയാണ്, ഒരു സംശയമില്ല. എന്താണ്? നാട്ടിലെ മാർക്കറ്റിൽ വിലക്കയറ്റത്തിന് കാരണമായി തീരുന്നത് അള്ളാഹു സാമ്പത്തികമായി അനുഗ്രഹിച്ച മനുഷ്യരുടെ ധൂർത്താണ്, പൊങ്ങച്ചമാണ്. മത്സ്യം കണ്ടു, അത് 2 കിലോ എടുക്കൂ, എത്രയാ കാശ്, അത് കൊടുത്തു. നിങ്ങളിത് കൊടുത്താൽ നിങ്ങൾക്ക് ക്ഷീണമില്ല. പക്ഷെ നിങ്ങളുടെ പിന്നാലെ വരുന്ന മനുഷ്യനുണ്ട്, അയാള് ദരിദ്രരാണ്, സാധാരണക്കാരാണ്. നിങ്ങൾ 1000 രൂപക്ക് 800 രൂപയുള്ള ഒരു മത്സ്യം അല്ലെങ്കിൽ 800 രൂപയുള്ള ഒരു ഫ്രൂട്ട് നിങ്ങൾ വില ചോദിക്കാതെ, വില പേശാതെ 1000 രൂപക്ക് നിങ്ങൾ വാങ്ങിയാൽ അതിന്റെ ഉപദ്രവം സഹിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ പിന്നാലെ വരുന്ന സാധാരണക്കാരനായ ദരിദ്രനായ മനുഷ്യനാണ്. നാം കുറ്റവാളിയാണ്. സാമ്പത്തിക കുറ്റവാളികളുടെ കൂട്ടത്തിലാണ് ദീന് നമ്മെ എണ്ണുന്നത്. അതുകൊണ്ട് സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്നിടത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ ഖുർആൻ നൽകി. രണ്ടാമത്തേത്, നാം ചെലവഴിക്കുന്നത് ആവശ്യം, അത്യാവശ്യം, ആവശ്യം, ഇതിലായിരിക്കണം നമ്മുടെ ചെലവ്. ഇന്നിപ്പോ എന്താ അറിയോ, ഇന്ന് നാട്ടിലെ ഒരു അവസ്ഥയുണ്ട്. എപ്പോഴാ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്? സ്വകാര്യമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പാളയം മാർക്കറ്റിൽ ഫ്രൂട്ട് വിൽക്കുന്ന ആൾക്കാരില്ലേ, ഇവരോടൊന്ന് ചോദിച്ചു നോക്ക്, എപ്പോഴാ ഫ്രൂട്ട്സിന് ഏറ്റവും കൂടുതൽ വില കൂടുന്നത്? വലിയ സംശയമൊന്നും വേണ്ടയില്ല, റമദാൻ മാസം തുടങ്ങിയാലാണ് ഫ്രൂട്ട്സിന് വലിയ വില കൂടുന്നത്, അല്ലേ? എന്താ കാരണം? യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കുറയേണ്ട സമയം എപ്പോഴാ? റമദാൻ മാസം, അല്ലേ? കാരണം എന്താ? ആകെ 2 നേരെ ഭക്ഷണം കഴിക്കുള്ളൂ, അല്ല 1 നേരെ ഭക്ഷണം കഴിക്കുള്ളൂ. വളരെ ചെലവ് കുറവാണ്, പക്ഷേ ആ ചെലവ് കൂടുന്നു. എന്താ കാരണം? അതിന്റെ കാരണം നാട്ടിൽ ഈ കുഴപ്പമുണ്ടാകുന്നത് ശ്രദ്ധിക്കാതെ ഒരു പർച്ചേസ് മെന്റാലിറ്റി നമ്മളിൽ ഉണ്ടാകുന്നു. അത് നാട്ടിൽ ദുരന്തമായി തീരുന്നു. രണ്ടാമത്തെ ഒന്ന്, ഇന്ന് ഞാനിത് പറയുമ്പോൾ പാളയം എന്ന് പറഞ്ഞ മൊയ്തീൻപള്ളിയിലായതുകൊണ്ട് കേട്ടോ പാളയത്തെ മാത്രം എടുത്ത് പറയണത്. നമ്മുടെ കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള ചെറുകിട കച്ചവട മാർക്കറ്റുകളെ മുഴുവനും നോക്കുക. എല്ലാ മാർക്കറ്റിലും വൈകുന്നേരമാകുമ്പോൾ കാണുന്ന ഒരു ടീമുണ്ട്. ഇതാരറിയോ? ഒരു ബൈക്കും എടുത്ത് ബാഗും എടുത്ത് കറങ്ങി നടക്കുന്ന ടീം. ഇതാരാന്നറിയോ? വട്ടിപ്പലിശക്കാരുടെ ഏജന്റുമാര്. ഇത് ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല, വ്യാപകമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് വ്യാപകമായിരിക്കുന്നു. വട്ടിപ്പലിശക്ക് വാങ്ങിയിട്ട് കച്ചവടവും അല്ലാത്തതും ഒക്കെ ചെയ്യുന്ന ആളുകൾ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിപ്പോ മാർച്ച് മാസം വരാൻ പോകണം, അല്ലേ? ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ പോകണം. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വലിയൊരു ദുരന്തം ഉണ്ട്. എല്ലാ പത്രങ്ങളിലും എല്ലാ TV-യിലും പരസ്യങ്ങൾ വരാൻ പോവാണ്. എന്താണ്? നിങ്ങളുടെ പഴയ കാറ് തിരിച്ചു കൊണ്ടുവരൂ, എന്നിട്ട് പുതുപുത്തൻ കാറുമായിട്ട് തിരിച്ചു പോയിക്കൊള്ളൂ, നിങ്ങളൊന്നും കൊടുക്കണ്ട. അല്ലെങ്കിൽ 10 രൂപയുമായി വരൂ, നിങ്ങൾക്ക് 1000 രൂപയുമായി വരൂ, നിങ്ങൾക്ക് പുതിയ കാറുമായിട്ട് പോകാം. നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ അത് എന്താണ്? പുതുപുത്തൻ വാഷിംഗ് മെഷീനുമായിട്ട് നിങ്ങൾക്ക് പോകാം. എന്താ? EMI അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുപോകാം. ഇത് ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാ? ഇത് ഒരു സംശയം വേണ്ട, കമ്പോളവൽക്കരണത്തിന്റെ ഭാഗമായി മനുഷ്യരിൽ ചെലവ് വർദ്ധിപ്പിക്കുക എന്ന കുത്തക മുതലാളിമാരുടെ അതിബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ് ഇങ്ങ് കോഴിക്കോട്ടെ ഏതെങ്കിലും ഗ്രാമത്തിലെ മനുഷ്യൻ പെട്ടുപോകുന്നത്. ഇതെവിടെ എത്തിച്ചേരുന്നത്? വരവ് ശ്രദ്ധിക്കാതെയുള്ള ചെലവുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു ഇന്ന് നാട്ടിൽ.
ഞാൻ പറയുന്നത് ശരിയല്ലേ? വരവ് ശ്രദ്ധിക്കാതെയുള്ള ചെലവ് എത്രയോ വർദ്ധിക്കുന്നു. എന്താ കാരണം? 1-ാം തീയതിയാകുമ്പോ ബൈക്കിന്റെ അല്ലെങ്കിൽ കാറിന്റെ ലോണുണ്ട്, പിന്നെ വീട്ടുപകരണങ്ങൾ പർച്ചേസ് ചെയ്തതിന്റെ ലോണുണ്ട്, അതുപോലെ വീടിന്റെ ലോൺ. ഇങ്ങനെ ഓരോ ലോണുകളുടെയും അടച്ച് EMI അടച്ച് തീരുമ്പോഴേക്ക് മനുഷ്യന് 20,000, 30,000, 50,000 വരുമാനം കിട്ടുന്ന മനുഷ്യൻ ദരിദ്രനായിത്തീരുന്നു, കടക്കാരനായിത്തീരുന്നു. ഈ കടബാധ്യതയാണ് മനുഷ്യരെ കുടുംബസമേതം ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് പലപ്പോഴും. ഇവിടെയാണ് ഖുർആൻ പറഞ്ഞൊരു കാര്യം നോക്കൂ നിങ്ങൾ. അൽഹാക്കും അത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. എന്താണ് ഇതൊക്കെ? എന്തിനാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്കൊരു കാറുണ്ട്. ഈ കാറ് അത്യാവശ്യം മാന്യമായിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ, അത്യാവശ്യം മൈലേജ് ഉണ്ട്, അത്യാവശ്യം മാന്യമായിട്ട് പോവാം. പക്ഷേ കാറ് കാണാൻ അത്ര വലിയ പുത്തനൊന്നല്ല. ഞാനിങ്ങനെ ഒരു യോഗത്തിന് ചെന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്നപ്പോൾ, അല്ല എൻ്റെ ഭാര്യ വീട്ടിലേക്ക് ചെന്നപ്പോൾ, എൻ്റെ ജ്യേഷ്ഠൻ പുതിയാപ്പിള, അനുജൻ പുതിയാപ്പിള വന്നിട്ട് വലിയ ബെൻസ് കാറിലാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പുത്തൻ വലിയ കാറിലാണ്. അല്ലെ ഞാനൊരു യോഗത്തിന് ചെന്നപ്പോൾ എൻ്റെ കാറ് മാത്രമാണ് പഴയതുള്ളത്, ബാക്കിയൊക്കെ വളരെ ഉഷാറാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു തീരുമാനം ഞാൻ എടുത്തു, കാറ് മാറ്റണം. കാറ് മാറ്റാൻ എൻ്റെ സാമ്പത്തിക ശേഷി അനുവദിക്കോ? അവിടെയാണ് ഈ കച്ചവട തന്ത്രത്തിന്റെ കുത്തക മുതലാളിയുടെ തന്ത്രം നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. ഇത് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് നടക്കുമ്പോഴാണ് പത്രത്തിലെ പരസ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കാറുമായി വരാം, എന്ത് ചെയ്യാം, പുതിയ പുത്തൻ കാറുമായിട്ട് തിരിച്ചു പോകാം, പിന്നെ മാസത്തിൽ ചെറിയ തുകയായിട്ട് അടച്ചാൽ മതി. വളരെ എളുപ്പമാണല്ലേ? എന്നാൽ ഇതാണ് മനുഷ്യനെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നത്. അവിടെയാണ് ഖുർആൻ പറഞ്ഞത് അൽഹാക്കും അത്തകാസുർ. നിങ്ങൾ പരസ്പരമുള്ള ഈ പെരുമ നടിക്കലുണ്ടല്ലോ, അവൻ്റെതിനേക്കാൾ കിടപിടിക്കുന്നതായിരിക്കണം എൻ്റെത്. എൻ്റെ ആവശ്യമല്ലേ ഞാൻ നോക്കിയത്. എൻ്റെ കാറ് കൊണ്ട് എനിക്കിപ്പോ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നല്ല നോക്കിയത്. നാട്ടിൽ മറ്റുള്ളവരെന്താണോ ഉപയോഗിക്കുന്നത് അത് നോക്കി. അത് നോക്കിയപ്പോ എന്തായി? കടുത്ത ദാരിദ്ര്യത്തിലേക്ക് മനുഷ്യർ കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. ഖുർആൻ, ഇസ്ലാം മനുഷ്യരോട് നിർദ്ദേശിച്ച ഒരു നിർദ്ദേശം, നിങ്ങളുടെ ചെലവ്, നിങ്ങൾ ചെലവഴിക്കുന്നത്, അതാണ് അള്ളാഹു നാളെ ചോദ്യം ചെയ്യും. എങ്ങനെ? ലാ യസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അലു അൻ മാലിഹി മിൻ ഐന ഇക്തസബഹ വഫീമ അൻഫഖ്തഹ. എന്തിനു വേണ്ടി അത് ചെലവഴിച്ചു? ഇപ്പോ ബാങ്ക് ലോണുകൾ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ഗോൾഡ് ലോണും മറ്റതൊക്കെ ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണിത്? പലപ്പോഴും അനിവാര്യമായ ഹോസ്പിറ്റൽ ബില്ലുകൾ അടക്കാനല്ല, അനിവാര്യമായ മനുഷ്യരുടെ ഭക്ഷണത്തിന്റെ ആവശ്യം നിർവഹിക്കാനല്ല, മറിച്ച് പൊതു ആചാരങ്ങൾക്ക് വേണ്ടി, അവനവന്റെ പൊങ്ങച്ചങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി ലോണും കടബാധ്യതകളും വർദ്ധിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. അള്ളാഹു നാളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്റെ ധനം എന്റേതല്ല, അതെന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നത് കൃത്യമായി നാളെ റബ്ബ് ചോദ്യം ചെയ്ത് മാത്രമേ എന്നെ വിടുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം, എൻ്റെ സമ്പത്തിന്റെ പൂർണ്ണമായ കൈകാര്യകർത്തൃത്വം അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് കിട്ടുന്ന തുകയുടെ നിശ്ചിത ശതമാനത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ എനിക്ക് അള്ളാഹു അവകാശം തന്നിട്ടില്ല. അതിനെയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഒരു കൊല്ലത്തിൽ 2 ലക്ഷം രൂപ എൻ്റെ വരുമാനമായിട്ട്, എൻ്റെ സമ്പാദ്യമായിട്ടുണ്ട് എങ്കിൽ അതിൽ 5000 രൂപയെക്കുറിച്ച് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം ഒന്നും തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ല. കാരണം എന്താ? ഇതൊക്കെ അള്ള പറഞ്ഞതുപോലെ മാത്രമേ പറ്റുള്ളൂ. അതാണ് നിങ്ങളുടെ സമ്പത്തിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കുക. എന്താ? എൻ്റെ ഔദാര്യമൊന്നുമല്ല, എൻ്റെ ഔദാര്യമേ അല്ല, അത് തൊടാൻ പോലും എനിക്ക് അവകാശമില്ല. എന്ന് മാത്രമല്ല, എന്തറിയോ, 2 ലക്ഷം രൂപ എൻ്റെ വരുമാനമുണ്ട്, എൻ്റെ സമ്പാദ്യമുണ്ട്. ഈ 2 ലക്ഷം രൂപയിൽ 5000 രൂപ സക്കാത്ത് മാറ്റിവെക്കാതെയാണ് ഞാൻ ഈ സമ്പത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ ഹറാമായ സമ്പത്താണ് ഞാൻ കഴിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം പോലും കിട്ടൂല. അതല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരു മനുഷ്യനിങ്ങനെ അള്ളാഹിനോട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞിട്ട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മഅ്കലുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ വമൽബസുഹു ഹറാമുൻ ഫഅന്നാ യുസ്തജാബു ലഹു. അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ കഴിക്കുന്ന പാനീയം ഹറാമാണ്, അവന്റെ ഡ്രസ്സ് ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലഹു. എങ്ങനെയാ അള്ളാഹ് ഉത്തരം കൊടുക്കുക? അപ്പോ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ സമ്പാദ്യത്തിന്റെ 2.5% എന്ന് പറയുന്നത്, അതിൽ ഒരു തീരുമാനവും എടുക്കാൻ
ആർക്ക് എപ്പോ എങ്ങനെ കൊടുക്കാൻ എന്നുള്ള ഒരു കാര്യം തീരുമാനമെടുക്കാനും അള്ളാഹു എനിക്ക് അവകാശം തന്നിട്ടില്ല. മറിച്ച് അത് അള്ളാഹ് പറഞ്ഞു, ഇതാ 8 ആളുകൾ എന്ന് പറഞ്ഞിട്ട് 8 ആളുകൾ എണ്ണി പറഞ്ഞു തന്നു. അവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഫെബ്രുവരി മാസത്തിലാണ് എൻ്റെ കച്ചവടം 1 കൊല്ലം തികയുന്നത് എങ്കിൽ അത് നമുക്കൊരു പണി ചെയ്യാം, ഏപ്രിൽ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാർച്ച് കഴിഞ്ഞിട്ടാക്കാം എന്ന് തീരുമാനം എടുക്കാൻ എനിക്ക് അവകാശമില്ല. അത് ഫെബ്രുവരിയിൽ തന്നെ കൊടുത്തിരിക്കണം. എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടില്ല. സക്കാത്തിനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ? ഇവിടെയാണ് ആമുഖമായി ഞാൻ സൂചിപ്പിച്ച സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും അതുപോലെ തന്നെ മുതലാളിത്ത രാജ്യങ്ങളും ഒക്കെ നോക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ വെറുതെ ഒരു എക്കണോമിക്സിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കൂ. എവിടെയെങ്കിലും ഒരു രാജ്യത്ത്, ഏതെങ്കിലും ഒരു രാജ്യത്ത് ദരിദ്ര രാജ്യമായിരുന്ന രാജ്യം സോഷ്യലിസം പിൻപറ്റിയത് കൊണ്ട് സമ്പന്ന രാഷ്ട്രമായത് ചെക്കോസ്ലോവാക്യ, കൊറിയ, ഉത്തര കൊറിയ, അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ, ചൈന, എല്ലാ രാജ്യങ്ങളെയും പരിശോധിച്ച് നോക്കുക. സോഷ്യലിസ്റ്റ് ചിന്ത, സാമ്പത്തിക തത്വശാസ്ത്രം മുന്നിൽ വെച്ചത് കൊണ്ട് മാത്രം സമ്പന്നമായ ഒരു രാജ്യത്തെയോ ജനതയെയോ ലോകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് വെറുതെ പറയല്ല. 1989 അവസാനത്ത് USSR തകർന്നു, സോഷ്യലിസ്റ്റ് റഷ്യ തകർന്നപ്പോ അവിടെ ഉണ്ടായെന്തറിയോ? അതുവരെ ഇരുമ്പ് മറക്കുള്ളിൽ പിടിച്ചു വെക്കപ്പെട്ടിരുന്ന ദാരിദ്ര്യം പറ്റേ പുറത്തു വന്നു. പിന്നെ നമ്മൾ കാണുന്നതറിയോ? പാരീസിലും ബോംബെയിലും ഒക്കെ അതിസുന്ദരികളായ റഷ്യൻ പെൺകുട്ടികൾ ശരീരം വിൽക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ്. എന്താ? ഒരു നേരത്തെ അന്നം കഴിക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സോഷ്യലിസ്റ്റ് സാമ്പത്തിക തത്വശാസ്ത്രം പിൻപറ്റിയത് കൊണ്ട് ലോകത്ത് ഒരു ജനവിഭാഗവും ദാരിദ്ര്യമുക്തമായ ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഇനി മുതലാളിത്ത വ്യവസ്ഥയിലോ? ഒരുപാട് രാജ്യങ്ങൾ മുതലാളിത്ത ക്യാപിറ്റലിസ്റ്റ് ധനതത്വശാസ്ത്രത്തിലേക്ക് പോയ ആളുകളുണ്ട്. ഇവരാരെങ്കിലും ദരിദ്രർ സമ്പന്നരായ ചരിത്രം കാണാനുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ 2016 60 അതിസമ്പന്നന്മാരിലായിരുന്നു ഇന്ത്യയുടെ സമ്പത്തിന്റെ 60% ഉള്ളത്. ഇന്ത്യയുടെ സമ്പത്തിന്റെ 60% കുടികൊള്ളുന്നത് ഇന്ത്യയിലെ 60 കുത്തക മുതലാളിമാരിലായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ സമ്പത്ത് മുഴുവൻ കുത്തക മുതലാളിമാരിൽ നിൽക്കുന്നു. ഒരു പാർട്ടി മാറിയിട്ട് വേറൊരു പാർട്ടി ഭരണത്തിലെത്തി. എന്നിട്ടോ ഗുജറാത്ത്, ബീഹാർ, ഒറീസ, പിന്നെ ഛത്തീസ്ഗഡ്, എല്ലാ സംസ്ഥാനങ്ങളെയും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സാധാരണക്കാരായ മനുഷ്യർ സമ്പന്നന്മാരായ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചു, പലിശയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയപ്പോ 3ാം ലോക രാഷ്ട്രങ്ങൾ പലതും ദരിദ്രന്മാരായി മാറി. ഇനി മറ്റൊരു ചരിത്രം കൂടി നോക്കൂ നിങ്ങൾ. ലോകത്ത് ഇസ്ലാമിക ധനതത്വശാസ്ത്രം അനുസരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. വെറുതെ പറയല്ല, ചരിത്രം സാക്ഷിയാണ്. മഹാനായ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സഹാബത്ത് വമ്പിച്ച സമ്പന്നന്മാരായി എന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാണ്? അദ്ദേഹം അസ്ഹാബു സുഫയുടെ ആളുകളാണ്. പള്ളിയിൽ ദാരിദ്ര്യം കൊണ്ട് വേറെ വീട്ടിൽ പോകാനില്ല എന്നിട്ട് പള്ളിയിൽ ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിരുന്ന ആളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ 25,000 ദിർഹത്തിന്റെ ഉടമസ്ഥനും അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുമായിട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. എങ്ങനെയാ അദ്ദേഹം സമ്പന്നനായത്? എങ്ങനെയാണ്? ഒരു കാലത്ത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം കഴിഞ്ഞ് അമവികളുടെ കാലമായപ്പോഴേക്ക് മദീനയിൽ സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ആരുമില്ലാതായി. സക്കാത്ത് വാങ്ങാൻ അർഹരായ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, മിസ്കീൻ, ഇങ്ങനെ ഇനത്തിൽപ്പെട്ട ആരുമില്ലാതായി. എങ്ങനെ സംഭവിച്ചു? അവിടെയാണ് സക്കാത്ത് എന്നത് കേവലം നമ്മുടെ ഔദാര്യത്തോടുകൂടി എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകളല്ല. ഒരു കാര്യം പറയട്ടെ, കോഴിക്കോട് കോർപ്പറേഷനിലെ മുസ്ലിം സ്ത്രീകളുടെ സ്വർണത്തിന്റെ മാത്രം സക്കാത്ത് ഉണ്ടായാൽ കോഴിക്കോട് കോർപ്പറേഷനിലെ മുസ്ലിങ്ങളിലെ മുഴുവൻ ദരിദ്രന്മാരെയും അത്യാവശ്യം സമ്പന്നരാക്കി മാറ്റാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കാൻ എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ഒരു മനുഷ്യന് ഒരു 40 ആളുകൾ ഉണ്ടായാലുള്ള ഒരു പള്ളി ഉണ്ടാവുക.
ഒരു പ്രദേശത്തൊരു 40 കുടുംബം ഉണ്ടെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ടാവും. ആ 40 കുടുംബങ്ങളുടെ കൂട്ടത്തിൽ 2-3 കുടുംബം ദരിദ്രന്മാരാണ് എങ്കിൽ ഈ 37 ആളുകളുടെ ഒരു കൊല്ലത്തെ സമ്പാദ്യത്തിന്റെ 2.5% ഇവർക്കുള്ളതല്ല. ഈ 38 ആൾക്ക് അർഹതപ്പെട്ടതേ അല്ല, മറിച്ചോ ഈ 3 ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. ആ 3 ആളുകൾക്ക് ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കുന്നു, ഒരാൾക്കൊരു പശുവിനെ വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അയാൾക്കൊരു സ്വയം തൊഴിൽ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നു എങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ 40 ആളുകളും സക്കാത്ത് വാങ്ങാൻ അർഹതയില്ലാത്ത ആളുകളായി തീരുന്നു. ഇത് ലോകത്ത് പ്രത്യേകിച്ച് 3ാം ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായ പ്രായോഗികമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കഴിഞ്ഞിട്ടുള്ളതാണ് സക്കാത്ത് സംവിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഈ സക്കാത്ത് കൊടുക്കുന്നത് ഓരോ നാട്ടിലെയും പള്ളികൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സക്കാത്ത് സെല്ലുകൾ എന്ന് പറയുന്നത് അത് വെറുതെ റിപ്പോർട്ട് സംഘടനകളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും റിപ്പോർട്ട് വയ്ക്കുമ്പോൾ റിപ്പോർട്ട് കൊടുക്കാനുള്ളതല്ല, മറിച്ച് നാട്ടിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ അനിവാര്യമായ രൂപമാണ് സക്കാത്ത് സെല്ലുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സമ്പത്തിന്റെ 97.5%, ഈ 97% കുറിച്ച് എന്താ കാഴ്ചപ്പാട്? അവിടെയുള്ളത് അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിലേ ചെലവഴിക്കാൻ പാടുള്ളൂ. ഒന്ന്, ഏതാണ് ഈ അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗം എന്ന് പറയുന്നത്? ഇനി ഇതിന്റെ നേരെ എതിർവശവും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഭയങ്കര ദൂർത്തും പൊങ്ങച്ചും ഒക്കെ കാണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നേരെ തിരിച്ചുമുണ്ട്. പിന്നെ പിശുക്ക് കാണിക്കുന്ന അവസ്ഥ, കുടുംബത്തിന്റെ ചെലവിന് പോലും കൊടുക്കാത്ത പിശുക്ക് കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇനി എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാർ ഇത് പ്രായോഗികമാക്കരുത് എന്ന ഒരു നിർദ്ദേശത്തോടു കൂടി ഒരു ചരിത്രം പറയട്ടെ. അബൂ സുഫിയാൻ ആദ്യം ശത്രുപക്ഷത്തായിരുന്നു, പക്ഷെ പിന്നീട് മുസ്ലിമായി. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിയായി. ഇയാൾ ഭയങ്കര പിശുക്കനാണ്. ആള് മുസ്ലിം ആയതിൻ്റെ ശേഷവും ഭയങ്കര പിശുക്കനാണ്. അപ്പോൾ അബൂ സുഫിയാന്റെ ഭാര്യ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് കംപ്ലൈന്റ് പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂലെ, അബൂ സുഫിയാൻ എന്ന് പറയുന്നത് വളരെ പിശുക്കനായ മനുഷ്യനാണ്. അപ്പം ഞാൻ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ഇയാൾ അറിയാതെ കുടുംബത്തിന് ആവശ്യമുള്ള ചെലവിനുള്ള പൈസ എടുക്കാറുണ്ട്, അത് ഹലാലാവോ തെറ്റാണോ എന്ന്, ഹറാമാവോ എന്നാണ്. അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞതെന്നറിയോ? നിനക്കും നിന്റെ കുടുംബത്തിനും ആവശ്യമുള്ളത് നീ എടുത്തോളൂ എന്നാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, കാരണം നാളെ ഇവിടെ ഒരു കുടുംബ കലഹം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് ചെലവഴിക്കാനുള്ള മനസ്സ് ഉണ്ടാകണം. ഈ രണ്ടിൻ്റെ കാന ബൈന ദാലിക ഖവാമ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ധൂർത്തുമല്ല പിശുക്കുമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് കുടുംബത്തിൻ്റെ ചെലവിൻ്റെ വിഷയത്തിൽ മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. രണ്ടാമത്തേത്, എല്ലാ എൻ്റെ സമ്പത്ത് മുഴുവൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല ചെലവഴിക്കേണ്ടത്, അവനവന് വേണ്ടി ചെലവഴിക്കണം. ഇതേത് അവനവന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നത്? നമ്മളൊക്കെ സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ആസൂത്രണം ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ മാത്ത റജുലുൻ ഇൻഖത അമലുഹു കുല്ലുഹു ഇല്ലാ സലാസ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു, ഇല്ലാ സലാസൻ, 3 കാര്യം വെച്ച്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഒന്നാമതെണ്ണി പറഞ്ഞത് സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ നിലനിൽക്കുന്ന സ്വതക്കയാണ്. വെറുതെ ഇന്ന് രാത്രി പോയാലേ വീട്ടിൽ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ 10-25 കൊല്ലമായി ഞാൻ ജോലി ചെയ്യുന്നു, 1,00,000 രൂപ മാസത്തിൽ ശമ്പളമുണ്ട്. ഉദാഹരണത്തിന് 1,00,000 രൂപ ശമ്പളമുണ്ട്. ഇത്രയും കാലമായിട്ട് ഓരോ വർഷവും 12 ലക്ഷം രൂപ എന്ന രൂപത്തിൽ 2-2.5 കോടി രൂപ എൻ്റെ ശമ്പള ഇനത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്. ഇതിൽ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി നാളത്തേക്ക് എന്താണുള്ളത്? ഒരു പള്ളി, ഒരു മദ്രസ, ഒരു യതീംഖാന, അല്ലെങ്കിൽ ഒരു ദീനീ സ്ഥാപനം, ഇതിനു വേണ്ടി ഞാൻ വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അറിയങ്ങൾ? നമ്മുടെ സമ്പത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് വേണ്ടി നമ്മളൊന്നും സമ്പാദിച്ചിട്ടില്ല. എല്ലാം കുടുംബത്തിന് വേണ്ടിയും ആളുകൾക്ക് വേണ്ടി. അത് പുണ്യമല്ല എന്നല്ല ഇനി പറയണത്. നമുക്ക് വേണ്ടി നാളെ നമ്മുടെ ഖബറിലേക്ക് പുണ്യമെത്താൻ ഒരു നിശ്ചിത വിഹിതം, എപ്പോഴും നമ്മുടെ സമ്പത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ഖബറിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം.
ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അത് നിർബന്ധമായും നമ്മൾ മാറ്റിവെക്കുക. അപ്പോഴാണ് നമ്മുടെ സമ്പത്ത് സംതൃപ്തമായിട്ട് മാറുന്നത്. നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് കൂടിയുണ്ട്. ചിലരെ കണ്ടില്ലേ നിങ്ങൾ, എത്ര വരവുണ്ടായാലും എത്ര സമ്പത്ത് ഉണ്ടായാലും തേച്ചപ്പാടുണ്ടാവില്ല, കിട്ടിയതും മതിയാവില്ല അല്ലേ? ഞാൻ പലപ്പോഴും ആലോചിക്കട്ടെ, ഈ പള്ളിയിലെ ഇമാമുമാരുടെ അവസ്ഥ. ഏറ്റവും താഴ്ന്ന വരുമാനത്തിലുള്ള ആളുകളാണല്ലോ. എന്താണ്, 25,000 രൂപ 20,000 രൂപ ഒക്കെയാണ് കൂടിയാലുള്ള ശമ്പളം അല്ലേ? അതൊന്ന് കൂട്ടിത്തരണം എന്ന് മൗലവി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കമ്മിറ്റിയിൽ ബദർ ഉഹുദ് ഒക്കെ നടക്കും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മനുഷ്യന്മാർ എത്ര സംതൃപ്തമായിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ 10ഉം 50ഉം 1 ലക്ഷവും ശമ്പളം വാങ്ങുന്ന അധ്യാപകൻ, ഞാൻ അധ്യാപകൻ, അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, അധ്യാപകർ നോക്കൂ, നിങ്ങൾ 1-ാം തീയതി ആകുമ്പോഴേക്ക് കടമാണ് ബാധ്യത, കടമാണ് ബാക്കി. എന്താ ഇത്? ഇവിടെയാണ് കിട്ടിയതിലുള്ള ഖനാഅത്ത് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സമ്പത്തിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാവേണ്ടത് കിട്ടിയതിലുള്ള സംതൃപ്തമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ ശീലിക്കണം. ആര് ശീലിക്കണം? നമ്മളല്ല, മക്കളെ ശീലിപ്പിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള ആളാണ്, നല്ല മാന്യമായ ശമ്പളമുണ്ട്, കച്ചവടമുണ്ട്, ഒക്കെ ഉണ്ട്. ഈ ഒരു ഫോണാണ് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞത്. എന്നാൽ നിങ്ങളറിയോ, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ പലപ്പോഴും കൊണ്ടുവരുന്ന ഫോണ് കണ്ടാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോവും. എന്താണ്, 1 ലക്ഷം 1.5 ലക്ഷം രൂപ വരെയുള്ള ഫോണുമായിട്ടാണ് ഡിഗ്രിക്ക് PG പഠിക്കുന്ന കുട്ടികൾ വരുന്നത്. വെറുതെ കൗതുകത്തിന് കുട്ടികളോട് ചോദിച്ചു, അല്ല മോളെ ഉപ്പാക്ക് എന്താ ജോലി? ഇപ്പൊ ഗൾഫിലാണ്, അന്വേഷിച്ചറിയ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കാരനാ. ഇയാള് 2000 റിയാലാ ശമ്പളം. 2000 റിയാൽ എന്ന് പറഞ്ഞാൽ ഇന്ന് എത്രയാണെന്ന് അറിയുന്നത്? 50,000 റുപ്യ. ഈ 50,000 റുപ്യ മാസത്തിൽ ശമ്പളമുള്ള മനുഷ്യനാണ് എൻ്റെ മോള് നാട്ടിൽ അവളുടെ ആഗ്രഹം നിറവേറ്റാതെ പോകരുതെന്ന് വിചാരിച്ചിട്ട് 1 ലക്ഷം രൂപയുടെ 1.5 ലക്ഷം രൂപയുടെ 70 Pro S സീരീസിലുള്ള ഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇതെന്താ? ഇതിൻ്റെ ശ്രദ്ധിച്ചിട്ടില്ലേ? ചെറിയ കുട്ടികള് ആത്മഹത്യാ ടെൻഡൻസി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? എന്തെങ്കിലും ഒന്ന് നോ കേൾക്കുമ്പോഴത്തേക്ക്, വിചാരിച്ച് നടക്കാതിരിക്കുമ്പോഴത്തേക്ക് കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകണം. കല്യാണം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് ഖനാഅത്തുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ കിട്ടിയതിൽ സംതൃപ്തമായിട്ട്, ആവശ്യമുള്ളത് കിട്ടിയാൽ അതിൽ സംതൃപ്തമായ ജീവിതം ശീലിക്കണം കുടുംബത്തിൽ. അല്ലെങ്കിൽ ദുനിയാവിൽ അപകടമാണ്, പരലോകത്തിൽ അപകടമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാനമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് 97% നമ്മുടേത് മാത്രമല്ല, ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്ന ആളുകൾക്കുള്ളത്, അതുപോലെ തന്നെ യതീമുകൾക്കുള്ളത്, നമ്മുടെ അടുത്ത കുടുംബങ്ങൾക്കുള്ളത്, ഇവർക്കൊക്കെ കഴിയാവുന്നത് കൊടുക്കാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. റമദാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പല ആളുകളും നമ്മളിലേക്ക് വരും. യാചക മാഫിയകളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ തട്ടിപ്പിന് ഇരയായി കൊടുക്കണം എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ എൻ്റെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പല സഹോദരങ്ങൾ പല ആവശ്യമായിട്ടും വരും. നമുക്ക് പറ്റുമെങ്കിൽ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ മാന്യമായ വർത്തമാനം പറഞ്ഞവരെ പിരിച്ചുവിടുക. എന്തറിയോ, നമ്മളൊരു മനുഷ്യൻ വരികയാണ്, എന്താണ്, മോളെ കല്യാണമാണ്, അല്ലെങ്കിൽ വീട്ടിൻ്റെ പണിയുണ്ട്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ഇതുമാതിരി തട്ടിപ്പ് പലരും വരാറുണ്ട്, മിണ്ടാതെ പൊയ്ക്കോന്നും മറ്റും ആട്ടി ഓടിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ രാത്രി പോയിട്ട് ചിലപ്പോൾ പറഞ്ഞ് സത്യമായിരിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കൽ എന്തറിയോ, നമ്മളുടെ അവസ്ഥ വെച്ചിട്ട് ആർക്കും പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് പലപ്പോഴും വിചാരിക്കുക. ഞാൻ ഇന്നാളത്തെ എൻ്റെ കോളേജിൽ ഒരു കുട്ടിയോട് എന്തോ കുട്ടി വൃത്തക്കേട് കളിച്ചപ്പോൾ രക്ഷിതാവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. രക്ഷിതാവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് കുട്ടി കുറേ പറഞ്ഞു, സാറേ രക്ഷിതാവിനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധമായിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ കുട്ടി ബോഹാലസ്യപ്പെട്ട് വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ കൊടുക്കേണ്ടി വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് ചോദിച്ചു, എന്താ മോനെ പ്രശ്നം, എന്തുകൊണ്ടാണ് നീ രക്ഷിതാവിനെ കൂട്ടിക്കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു, ഈ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ കണ്ട വളരെ നല്ല ഷാറുള്ള ഡ്രസ്സ് കേട്ടോ. അപ്പോൾ പറഞ്ഞു, സാറേ വാപ്പയും ഉമ്മയും തമ്മിൽ തെറ്റിയിട്ട് കുറേ കാലമായി. ഉമ്മനെ തലാക്കിയില്ലിട്ട് പോയതാണ്, തിരിഞ്ഞു നോക്കാറില്ല.
ഇപ്പം ഞാൻ ജീവിക്കുന്നത് ഉമ്മ ഏതെങ്കിലും വീട്ടിൽ അടുക്കളപ്പണിക്ക് പോയിട്ടാണ്. ഉമ്മാക്ക് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ജോലി മുടങ്ങും. ആ ജോലി മുടങ്ങിയാൽ ഞങ്ങളെ വീട്ടിൽ പട്ടിണിയാവും. ഇത് ആലോചിച്ചിട്ടാണ് ഞാൻ ദുഃഖിച്ചു പോയത്. നോക്കൂ നിങ്ങൾ, ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല പലരുടെയും ഉള്ളുകള്ളികൾ. ഞാനതിൽ എപ്പോഴും എടുത്തു പറയാറുള്ള രണ്ട് സംഗതിയുണ്ട്. ഒന്ന്, ഗൾഫുകാർ. നമ്മളെ അവസ്ഥ എന്താ അറിയോ? ആരെങ്കിലും ഒരു നാട്ടിൽ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കിറ്റ് കൊണ്ടു കൊടുത്തിട്ടുണ്ടോ ഗൾഫുകാരൻ്റെ വീട്ടിൽ? ഇല്ല. കാരണം എന്താ? അനർഹരായ ആളുകൾക്ക് കൊടുക്കുക. പക്ഷേ ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തുറന്നു പറയട്ടെ, പിന്നെ മിക്കവാറും GCC രാഷ്ട്രങ്ങളിലൊക്കെ പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന സഹോദരങ്ങളും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ കടയിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി ചിലപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ലീവ് കിട്ടിയാൽ ആയി, അല്ലെങ്കിൽ തിരിച്ചു പോരുമ്പോൾ എയർപോർട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഈ സഹോദരങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട്. നമ്മൾ കാണുമ്പോൾ ആള് ഗൾഫുകാരാണ് അല്ലേ, ചെറുകിട കച്ചവടക്കാർ. ഞാൻ ആരെയും പേടിപ്പിക്കുകയല്ല, ഞാൻ ഭയപ്പെടുന്നത് ഒരു സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് കുറച്ചൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഭയപ്പെടുന്നത് അടുത്ത കാലത്തിന് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ 2 വർഷം മുമ്പ് ഇതിവിടെ വിഷയം പറഞ്ഞിരുന്നു തോന്നുന്നു, ഈ ചെറുകിട കച്ചവടക്കാരുടെ മഹാദുരന്തത്തെയാണ്. കാരണം വലിയ വലിയ മാളുകൾ വരാൻ തുടങ്ങി. അല്ല, നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ തെറ്റായ നീക്കങ്ങൾ കാരണം കുത്തക കമ്പനികളുടെ അഭൂതപൂർവമായ വളർച്ചയും ചെറുകിട കച്ചവടക്കാരുടെ തകർച്ചയുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മനുഷ്യർ, എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വരുന്ന മനുഷ്യർ, ഈ മനുഷ്യരെ നമ്മൾ ആട്ടിയോടിച്ചാൽ ഈ മനുഷ്യൻ ഒന്നും പറയാൻ കഴിയില്ല. അയാൾ നിസ്സഹായനായിരിക്കും. വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുമ്പോൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, പടച്ചോനെ ഒരു വഴിയില്ലായിട്ടാണ് ഞാൻ ചെന്ന് നോക്കിയത്, ആ പഹയൻ എന്നെ ആട്ടി ഓടിച്ചു കളഞ്ഞു, നീ അത് കാണണേ റബ്ബേ എന്നാ മനുഷ്യൻ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ. ഇത്തഖീ ദഅവത്തൽ മദ്ലൂം ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബുൻ. നിങ്ങൾ ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം, അതിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയുണ്ടാവില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളുടെ അടുക്കലേക്ക് ചോദിച്ചു വരുന്ന മനുഷ്യരെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാന്യമായ വാക്കുകൾ പറഞ്ഞിട്ട് അവരെ തിരിച്ചയക്കുക. ഒരിക്കലും ഒരു മനുഷ്യനെയും പരിഹസിക്കാനും ആട്ടി ഓടിക്കുവാനും തയ്യാറാകരുത്. നമ്മുടെ വരവും ചെലവും അത് ഹലാലായിരിക്കണം, ചെലവുകൾ ആവശ്യത്തിനായിരിക്കണം. നമ്മുടെ സമ്പത്ത് ഖാറൂനിനോട് വിശ്വാസികൾ പറഞ്ഞതുപോലെ നീ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ നീ മെനക്കെടരുത്. കിട്ടിയ സമ്പത്ത് കൊണ്ട് പരലോകത്തെ കാക്ഷിക്കുക. അവസാനമായി ഓതിയ ആയത്തിന്റെ അർത്ഥം കൂടി പറയട്ടെ. കിട്ടിയ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. എപ്പോ? മിൻ ഖബലി അൻ യഅ്തിയ അഹദകുമുൽ മൗത്ത്, മരണം വരുന്നതിൻ്റെ മുമ്പ്, മരണമാസന്നമാകുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറാവുക. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, മരണം വന്നു കഴിഞ്ഞാൽ പിന്തിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പുറത്ത് തളിപ്പറമ്പിലുള്ള വളരെ അനിവാര്യമായി, പള്ളി വളരെ അനിവാര്യമായ ഒരു സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ വേണ്ടി കുറച്ച് സഹോദരങ്ങൾ മെനക്കെട്ട് തയ്യാറായി അവരതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അവരതിനു വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവരിലെ മഹാഭൂരിപക്ഷവും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് എൻ്റെ നാട്ടിൽ നിന്ന് 10-60 കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്ഥലം. ഞാൻ അതിനു വേണ്ടി അധ്വാനിക്കാൻ, അതിനുവേണ്ടി പണിയെടുക്കാൻ തീരുമാനിച്ചത് ആ സഹോദരങ്ങളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ആ സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥൻ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവെ ഹലാലായ സമ്പത്ത് കൊണ്ട് ധന്യമായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളിനി ഉൾപ്പെടുത്തണേ റബ്ബെ. നാഥ, ഞങ്ങളുടെ സമ്പത്തിൽ ഹറാമിൻ്റെ ഒരു അംശം പോലും കലരാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളിനി ധന്യരാക്കണേ നാഥ. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥ. സഹോദരങ്ങളെ, ഇപ്പോൾ കുറച്ച് നേരത്തെ മുമ്പ് വന്ന ന്യൂസ്, ഇസ്രായേൽ ഇറാനിലേക്ക് ബോംബിട്ടു, അവിടെ
ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നുവെന്നാണ്. അള്ളാഹുവെ, പക്ഷിമേശയിൽ സമാധാനം നിലനിർത്തണേ തമ്പുരാനെ. യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിന്ന് ആ സഹോദരങ്ങളെ നീ കാക്കണേ റബ്ബെ. അള്ളാഹുവെ, ലോകത്തെ ആ ഒരു മഹാദുരന്തത്തിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ റബ്ബെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.